ഓം ഗം ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. ആരണ്യകാണ്ഡത്തിലെ 24-ാം സർഗം രാമൻ്റെ യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. ഖരനോട് യുദ്ധം ചെയ്യാൻ രാമൻ്റെ യുദ്ധസന്നാഹം ആണ് ഇതിൽ വർണ്ണിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ ഖരൻ യുദ്ധത്തിന് പുറപ്പെട്ടതും ആ സമയത്ത് കുറേ ദുർനിമിത്തങ്ങൾ കണ്ടതും ആ നിമിത്തങ്ങളിൽ നിന്നും മാനിക്കാതെ ഖരൻ 14,000 രാക്ഷസന്മാരോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു വരുന്നതൊക്കെ കണ്ടതാണ്. അവർ ശ്രീരാമൻ്റെ ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാമനും ലക്ഷ്മണനും അതേ ദുർനിമിത്തങ്ങളെല്ലാം കണ്ടു. ഇവിടെ ആശ്രമത്തിലും ദുർനിമിത്തങ്ങളെല്ലാം കണ്ടു. താൻ ഉൽപാദാൻ മഹാഘോരാൻ രാമോ ദൃഷ്ട്വാ തമർഷണ പ്രജാനാമഹിതാൻ ദൃഷ്ട്വാ വാക്യം ലക്ഷ്മണമബ്രവീൽ. പ്രജകൾക്ക് അഹിതങ്ങളായ ആ സുദാരുണങ്ങളായ ദുർനിമിത്തങ്ങൾ കണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇമാൻ പശ്യ മഹാബാഹോ സർവഭൂതാപഹാരിണ സമുത്ഥിതാൻ മഹോൽപാദാൻ സംഹർത്തും സർവരാക്ഷസാൻ. ഹേ മഹാബാഹോ, ലക്ഷ്മണനെ സംബോധന ചെയ്തു. സർവഭൂതങ്ങൾക്കും നാശമേകുന്നതും സർവരാക്ഷസന്മാരെയും സംഹരിക്കാനുമുള്ളതുമായ ഈ ദുർനിമിത്തങ്ങൾ കാണൂ എന്ന് പറയുകയാണ് ലക്ഷ്മണനോട്. ഉഗ്രമായ ഇരമ്പലൂടെ ചോര വർഷിച്ചുകൊണ്ട് കഴുതയുടെ നിറം പൂണ്ട പുരുഷങ്ങളായ ഈ മേഘങ്ങൾ ആകാശത്തിൽ ചുറ്റുന്ന കാണും. സധൂമാശ ശരാസർവേ മമ യുദ്ധാഭിനന്ദിന രുക്മപൃഷ്ഠാനി ചാപാനി വിവേഷ്ടന്തേ ച ലക്ഷ്മണ. പോരിനെ ആഗ്രഹിക്കുന്ന എൻ്റെ ശരങ്ങളെല്ലാം പുകയുന്നു. പൊന്നുപതിച്ച ഈ വില്ലുകളും തുടിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വില്ലും ശരങ്ങളുമെല്ലാം ഇളകിക്കൊണ്ടിരിക്കുന്നു. പോര് ചെയ്യാനായിട്ട് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാദൃശാ ഇഹ കൂജന്തി പക്ഷിണോ വനചാരിണ അഗ്രദോണോ ഭയം പ്രാപ്തം സംശയോ ജീവിതസ്യ ച. ഇവിടെ കാട്ടുപക്ഷികൾ കൂവുന്നത് കണ്ടാൽ നമുക്കുടൻ പേടിയും മരണാവസ്ഥയും ഉണ്ടാകുമെന്ന് കരുതണം. സംപ്രഹാരസ്തു സുമഹാൻ ഭവിഷ്യതി ന സംശയ അയമാഖ്യാതിമേ ബാഹു സ്ഫുരമാണോ മുഹുർമുഹു. വീണ്ടും വീണ്ടും എൻ്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത് വലിയ ഒരു യുദ്ധം ഇവിടെ നടക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഒരു ഗംഭീര യുദ്ധം ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് നിമിത്തം കാണിക്കുന്നത്. എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നു. വലത്ത് കൈയാണ് വിറയ്ക്കുന്നത്. അതുകൊണ്ടായിരിക്കും ശ്രീരാമന് നന്മ തന്നെ അവരെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ലക്ഷണം. കൈകൾ എന്നല്ല, കൈയെന്ന് പറയുന്നത്. അപ്പം അത് വലതുഭാഗമാണ് ശ്രീരാമൻ്റെ തുടിച്ചുകൊണ്ടിരിക്കുന്നത്, വിറച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഷമൊന്നും വരില്ല. നമുക്ക് വിജയവും വൈരിക്ക് പരാജയവും അടുത്തുണ്ടാകും. ലക്ഷ്മണനോട് പറയാം, ലക്ഷ്മണ, നിന്റെ മുഖം തെളിഞ്ഞു വിളങ്ങുന്നത് കാണുന്നു. അത് നല്ലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിജയവും വൈരിക്ക് നാശവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. ഉദ്യതാനാം ഹി യുദ്ധാർത്ഥം യേഷാം ഭവതി ലക്ഷ്മണ നിഷ്പ്രഭം വദനം തേഷാം ഭവത്യായു പരീക്ഷയ. യുദ്ധത്തിനൊരുങ്ങുന്ന നേരത്ത് ആരുടെ മുഖമാണോ മങ്ങുന്നത് അവർക്ക് മരണം വരും എന്നാണ് ലക്ഷണം പറയാം. നിന്റെ മുഖം ഇതാ പ്രകാശിച്ചു കാണുന്നു. അതുകൊണ്ട് നല്ല ലക്ഷണമാണ്. നമുക്ക് വിജയം തന്നെയാണ് വരുന്നത്.
രക്ഷസാം നർത്തതാം ഘോഷ ശ്രൂയതേയം മഹാധ്വനി ആഹതാനാം ച ഭേരീണാം രാക്ഷസൈ ക്രൂരകർമ്മഭേ. അലറുന്ന രാക്ഷസന്മാരുടെ ഘോഷവും ക്രൂരകർമാക്കളായ അരക്കന്മാർ ഭേരിയടിക്കുന്ന ഘോരശബ്ദവും കേൾക്കുന്നുണ്ട്. യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് കേൾക്കുന്നത്. ആരവം അടുത്തെത്തിക്കഴിഞ്ഞു. അനാഗത വിധാനം തോ കർത്തവ്യം ശുഭമിച്ഛത ആപദാശങ്കമാനേന പുരുഷേണ വിപശ്ചിത. ആപത്ത് അടുത്തെത്തിയാൽ എന്താണ് ബുദ്ധിയുള്ളവരെ വേണ്ടത്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തസ്മാൽ ഗൃഹീത്വാ വൈദേഹ്യം ശരവാണിർധനുർധര ഗുഹാമാശ്രയ ശൈലസ്യ ദുർഗാം പാദപസങ്കുലാം. അതുകൊണ്ട് നീ വില്ലും ശരങ്ങളും എടുത്തുകൊണ്ട് സീതയെയും കൂട്ടി മരങ്ങൾ ഇടതൂർന്ന് മറഞ്ഞ ദുർഗമമായ ആ പർവ്വതത്തിലെ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കണം എന്ന് പറയാണ്. ലക്ഷ്മണനോട് നിർദ്ദേശം കൊടുത്തു. സീതയെ കൂട്ടിക്കൊണ്ടുപോയി ആ ഗുഹയിൽ പോയി മറഞ്ഞിരിക്കണം യുദ്ധം കഴിവോളവും. പ്രതികൂലിതുമിച്ഛാമി നഹി വാക്യമിതം ത്വയാ ശാപിതോ മമ പാദാഭ്യാം ഗമ്യതാം വത്സ മാചിരം. നീ തിരിച്ചൊന്നും പറയരുത്, മറുത്തൊന്നും പറയാൻ പാടില്ല, എൻ്റെ വാക്കിനെ വിപരീതം പറയരുത്. എൻ്റെ പാദങ്ങളെ സത്യം ചെയ്തുകൊണ്ട് വത്സ നീ വൈകാതെ തന്നെ വേഗം പോകൂ. സീതയും കൂട്ടി വേഗം തന്നെ ആ ഗുഹയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ത്വം ഹി ശൂരശ്ച ബലവാൻ ഹന്യാ ഏതാന്ന സംശയ സ്വയം നിഹന്തുമിച്ഛാമേ സർവാനേതാൻ നിശാചരാൻ. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, കരുത്തനും ശൂരനുമായ നീ ഇവരെ കൊല്ലാൻ പോന്നവനാണ്, നിനക്കതിന് സാധിക്കും. പക്ഷേ സർവ്വരാക്ഷസന്മാരെയും എനിക്ക് തന്നെ കൊല്ലാനാണ് ആഗ്രഹം. ഈ രാക്ഷസന്മാരെയൊക്കെ ഞാൻ തന്നെ നിന്ന് വധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ സീതയും കൂട്ടിയിട്ട് ആ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കാൻ പറയണം. ഏവമുക്തസ്തു രാമേണ ലക്ഷ്മണ സഹ സീതയാ ശരാനാദായ ചാപം ച ഗുഹാം ദുർഗാം സമാശ്രയൽ. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചാപബാണങ്ങൾ എടുത്ത് സീതയോടൊത്ത് ദുർഗമമായ ആ ഗുഹയിൽ പ്രവേശിച്ചു. തസ്മിൻ പ്രവിഷ്ടേതു ഗുഹാം ലക്ഷ്മണേ സഹ സീതയാ ഹന്ത നിര്യുക്തമിത്യുക്താ രാമകവചമാവിശൽ. ലക്ഷ്മണൻ സീതയോടുകൂടി ആ ഗുഹയിൽ പോയപ്പോൾ രാമൻ ആശ്വസിച്ചു. ആവോ, സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ് ആ കവചമണിഞ്ഞു, എടുത്തണിഞ്ഞു, യുദ്ധത്തിനുള്ള തയ്യാറാവായി. സതേന അഗ്നിനികാശേന കവചേന വിഭൂഷിത ബഭൂവ രാമസ്തിമിരേ മഹാനഗ്നി വിമോത്ഥിത. ചെന്തി പോലെ തിളങ്ങുന്ന ആ മാർച്ചട്ട ചാർത്തിയ രാമൻ ഇരുളിൽ ആളിക്കത്തുന്ന അഗ്നി പോലെ വിളങ്ങി. ബഭൂവ രാമ സ്തിമിരേ മഹാനഗ്നി വിമോത്ഥിത. ഇരുട്ടത്ത് കത്തുന്ന തീ പോലെ ശ്രീരാമൻ അങ്ങനെ കത്തിജ്വലിച്ചെന്ന് പറയണ വിളങ്ങിത്തെളി കണ്ടു അവിടെ. സചാപമുദ്യമ്യ മഹക്ഷരാനാദായ വീര്യവാൻ സംബഭൂവാസ്ഥിതസ്തത്ര ജ്യാസ്വനേ പൂരയൻ ഋഷ. കവചമൊക്കെ അണിഞ്ഞ് ആ ശ്രീരാമൻ അമ്പും വില്ലും ഒക്കെ കൈകളിലെടുത്തുകൊണ്ട് ഞാണൊലിട്ടു. വീര്യവാനായ അദ്ദേഹം വലിയ വില്ലെടുത്ത് കൈ പിടിച്ച് ശരങ്ങളും എടുത്ത് കൈ പിടിച്ച് ഞാണൊലി കൊണ്ട് ദിക്കുകളൊക്കെ മുഴക്കിക്കൊണ്ട് നിലകൊണ്ടു. അങ്ങനെ നിലയുറപ്പിച്ചു. അവരുടെ ശത്രു വരുമ്പോൾ യുദ്ധത്തിന് തയ്യാറായി നിന്നു എതിർക്കാനായിട്ട്. തതോ ദേവാസ ഗന്ധർവാ സിദ്ധാശ്ച സഹചാരണേ സമേയുശ്ച മഹാത്മാനോ യുദ്ധദർശനകാംക്ഷയാം. ആ സമയത്ത് ദേവന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരും മറ്റു ദിവ്യന്മാരെല്ലാം യുദ്ധം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ വന്നു ചേർന്നു. ഋഷയശ്ച മഹാത്മാനോ ലോകേ ബ്രഹ്മർഷി സത്തമാ സമേത്യജോജുസഹിതാസ്ത്യന്യോന്യം പുണ്യകർമ്മണ. ആ ലോകത്തിലെ മഹാന്മാരായ ഋഷിമാരും പുണ്യകർമാക്കളായ ബ്രഹ്മർഷി സത്തമന്മാരും ഒന്നിച്ച് വന്നു ചേർന്ന് അന്യോന്യം പറഞ്ഞു. എല്ലാ പുണ്യാത്മാക്കളും ഋഷിമാരും ബ്രാഹ്മണന്മാരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ട് സ്വസ്തിവാചകം ചൊല്ലി. അവരെല്ലാവരും ചേർന്ന് സ്വസ്തി ഗോബ്രാഹ്മണേഭ്യോസ്തു ലോകാനാം യേഭിസംഗതാ ജയതാം രാഘവോ യുദ്ധേ പൗലസ്ത്യാൻ രജനീചരാൻ.
ചക്രഹസ്തോ യഥാ യുദ്ധേ സർവാനസുരപുങ്കവാൻ. സ്വസ്തി ഉണ്ടാവട്ടെ ബ്രാഹ്മണർക്കും പശുക്കൾക്കുമെല്ലാം സ്വസ്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ലോകഹിതകാരികൾക്കെല്ലാം മംഗളം വരട്ടെ. അതുപോലെ ചക്രപാണിയായ വിഷ്ണു അസുരേന്ദ്രന്മാരെ എന്ന പോലെ രാമൻ അടരിൽ ഈ അരക്കന്മാരെയെല്ലാം ജയിക്കട്ടെ എന്നവർ ആശീർവദിച്ചു, മംഗളം മുഴക്കി പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവർ വീണ്ടും പരസ്പരം നോക്കിക്കൊണ്ടിങ്ങനെ പറയുകയും ചെയ്തു. ചതുർദശസഹസ്രാണി രാക്ഷസാം ഭീമകർമ്മണാം ഏകശ്ച രാമോധർമാത്മാ കഥം യുദ്ധം ഭവിഷ്യതി. ഉഗ്രകർമാക്കളായ 14,000 രാക്ഷസന്മാരുണ്ട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. ധർമാത്മാവായ രാമൻ ഒറ്റയ്ക്കും. എങ്ങനെ യുദ്ധം ശരിയായിത്തീരും, യുദ്ധം എങ്ങനെയായിത്തീരും എന്ന് ആർക്കറിയാം എന്ന് അവർക്ക് ആശങ്ക പൂണ്ടു. ആ ബ്രാഹ്മണരെല്ലാം ശങ്കിച്ചു. ശ്രീരാമൻ ഒറ്റയ്ക്കാണ്, 14,000 രാക്ഷസന്മാരോട് എങ്ങനെ യുദ്ധം ചെയ്യും ഒറ്റയ്ക്ക് എന്നുള്ളത് അവരുടെ സംശയം അവർ പറയും. ഇത് രാജർഷയസിദ്ധാസഗണാശ്ച ദ്വിജർഷഭ ജാതകൗതൂഹലാസ്തം സ്തുർവിമാനസ്ഥാശ്ച ദേവതാ. രാജർഷിമാരും സിദ്ധന്മാരും ഗണങ്ങളും ദ്വിജേന്ദ്രന്മാരും വിമാനസ്ഥിതരായ ദേവതമാരും കൗതൂഹലത്തോടെ ഇങ്ങനെ പറഞ്ഞു. അവർക്കെല്ലാം അത്ഭുതമായി, ശ്രീരാമൻ ഒറ്റയ്ക്ക് ഇത്രയും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യേ, ഇതെങ്ങനെ സംഭവിക്കും, ആര് ജയിക്കുമെന്നുള്ളത് അവർ അത്ഭുതപ്പെട്ടു. ആവിഷ്ടം തേജസാരാമം സംഗ്രാമശിരസി സ്ഥിതം ദൃഷ്ട്വാ സർവാണി ഭൂതാനി ഭയാം ദിവ്യധിരേതദാം. പോർക്കളത്തിന് മുന്നിൽ തേജസ് കൊണ്ട് നിൽക്കുന്ന രാമനെ കണ്ട് ജീവജാലങ്ങളെല്ലാം വല്ലാതെ പേടിച്ചിരണ്ടുപോയി. ആ അടുത്തുള്ള ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും ഭയപ്പെട്ടു ശ്രീരാമനെ കണ്ട്. ശാന്തനും സൗമ്യനുമായ രാമനെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ ഇതിനു മുമ്പ്. ഇപ്പിതാ യുദ്ധത്തിന് വേഷം കെട്ടിയിട്ട് വന്ന് നിൽക്കുന്നു കോപത്തോടുകൂടി. ആ ശൗര്യം നിറഞ്ഞ ആ ക്രുദ്ധനായ രാമനെയാണ് അവർ കണ്ടത്. അത് കണ്ടപ്പോൾ അവരെല്ലാവരും ഭയപ്പെട്ടു. രൂപമപ്രതിമം തസ്യ രാമസ്യ ആക്ലിഷ്ടകർമ്മണ ബഹൂവരൂപം ക്രുദ്ധസ്യ രുദ്രസ്യേവ പിനാകിന. അക്ലിഷ്ടകർമാവായ രാമന്റെ എതിരിട്ട രൂപം ക്രുദ്ധനും പിനാകിയുമായ രുദ്രന്റെ രൂപം പോലെയായി. മഹാദേവന്റെ പോലെ അത്ര കാണാം. ഇപ്പോൾ ശ്രീരാമനെ കണ്ടാൽ, ക്രോധത്തോടുകൂടിയുള്ള ശ്രീരാമനെ കണ്ടാൽ മഹാദേവന്റെ ക്രോധം പോലെ. പിനാകി എന്ന് പറഞ്ഞാൽ പിനാകം എന്ന വില്ല് കയ്യിലുള്ള ആള്. ഷാർങ്ങ വില്ലെടുത്ത ആളെ ഷാർങ്ങി എന്ന് പറയുന്നല്ലോ വിഷ്ണുവിനെ. അതുപോലെ തന്നെ പിനാകം എന്ന വില്ലാണ് മഹാദേവന്റെ വില്ല്. അത് കയ്യിൽ ധരിച്ച ആള് പിനാകി. പിനാകിയായ ആ രുദ്രന്റെ രൂപം പോലെയായി ആ ശ്രീരാമന്റെ രൂപം. ക്രുദ്ധനായ രുദ്രന്റെ രൂപം പോലെ ശ്രീരാമനെ കണ്ടു. അവിടെ കണ്ടാലിപ്പോൾ മഹാദേവന്റെ കോപം പോലെ ശ്രീരാമൻ കോപിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ഇതി സംഭാഷണമാണേഷു ദേവഗന്ധർവചാരണേ തതോ ഗംഭീര നിർഹ്രാദം ഘോരവർമായുധധ്വജം അനീകം യാതുദാനാനാം സമന്താൽ പ്രത്യദൃശ്യത വിരവാംസ്താൻ വിസൃജതാം അന്യോന്യമഭിഗർജതാം ചാപാനി വിഷ്ഫരായതാം ചാപാനി വിഷ്ഫാരയതാം ജൃംഭതാം ചാപ്യഭീഷ്ണശ വിപ്രഘുഷ്ടസ്വനാനാം ച ദുന്ദുഭിംശ്ചാപി നിഘ്നതാം തേഷാം സുതുമുലശബ്ദ പൂരയാമാസ തദ്വനം തേന ശബ്ദേന വിത്രസ്താ ശ്വാപദാവനചാരിണ ദുദ്രുവുര്യത്ര നിശബ്ദം പൃഷ്ടതോണാവലോകയൻ തത്വനേകം മഹാവേഗം രാമം സമുപവർത്തത ധൃതധാനാ പ്രഹരണം ഗംഭീരം സാഗരോപമം തത്വനീകം മഹാവേഗം രാമം സമുപവർത്തത ധൃതനാനാപ്രഹരണം ഗംഭീരം സാഗരോപമം. രാമോജിച്ചാരയം ചക്ഷൂ സർവതോരണപണ്ഡിത ദദർശഖരസൈന്യം തദ് യുദ്ധാഭിമുഖമുത്ഥിതം. ദേവഗന്ധർവചാരണന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഘോരങ്ങളായ ആയുധങ്ങളും മാർച്ചട്ടുകളും കൊടികളുമൊക്കെ ധരിച്ച രാക്ഷസ സൈന്യം വലിയ അലർച്ചയോടെ ചുറ്റും വന്ന് നിരന്നു. അവരുടെ വലിയ ശബ്ദങ്ങളും ഗർജനങ്ങളും വില്ലുകളുടെ ഞാണൊലി മുഴക്കലും ഇടയ്ക്കിടയ്ക്കുള്ള കോട്ടുവായിടലും ഉറക്കെയുള്ള കൂക്കുവിളിയും പെരുമ്പറകൾ മുഴക്കലും എല്ലാം ചേർന്ന ആ വലിയ ശബ്ദം ആ വനത്തിലെങ്ങും നിറഞ്ഞു. ആ ശബ്ദം കേട്ട് പേടിച്ച കാട്ടിലെ ദുഷ്ടമൃഗങ്ങളെല്ലാം തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയെന്ന് പറയണം. നിരവധി ആയുധങ്ങൾ കയ്യിലേന്തിയ
ഗംഭീരവും സാഗരോപമനവുമായ ആ സൈന്യം രാമൻ്റെ നേരെ ചെന്നു. രണപണ്ഡിതനായ രാമനും നാലുപാടും കണ്ണോടിച്ച് യുദ്ധത്തിനൊരുങ്ങി വരുന്ന ആ ഖരസൈന്യത്തെ കണ്ടു. ആ രാക്ഷസന്മാരുടെ വരവ് കണ്ടാൽ ഭയമാകും. അവിടെയുള്ള പക്ഷിമൃഗാദികളെല്ലാം പേടിച്ചോടിപ്പോയി. ആ ഖരന്റെ സൈന്യം ശ്രീരാമൻ്റെ അടുത്ത് ചെന്നു. ശ്രീരാമൻ ഒരു കൂസലുമില്ലാതെ ആ സൈന്യത്തെ നല്ലപോലെ വീക്ഷിച്ചു. രണപണ്ഡിതനായ രാമനും നാലുപാടും കണ്ണോടിച്ച് യുദ്ധത്തിനൊരുങ്ങി വരുന്ന ആ ഖരസൈന്യത്തെ നോക്കിക്കണ്ടു. വിദഗ്ധ്യ ധനുർഭീമം തൂണ്യാശ്രോധൃത്യ സായകാൻ ക്രോധമാഹരയ തീവ്രം വധാർത്ഥം സർവരക്ഷസാം. കൊടുമ്പില്ല് കുലയ്ക്കുകയും ആവനാഴിയിൽ നിന്ന് അമ്പുകൾ എടുക്കുകയും ചെയ്ത രാമൻ രാക്ഷസന്മാരെ എല്ലാം കൊല്ലാനുള്ള കടുത്ത കോപം പൂണ്ടവനായിത്തീർന്നു. ഈ രാക്ഷസന്മാരെ എല്ലാം കൊല്ലണം എന്നുള്ള കോപത്തോടു കൂടിയാണ് ആയിത്തീർന്നു ശ്രീരാമൻ. അമ്പും വില്ലും കയ്യിലെടുത്തുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി. ദുഷ്പ്രേക്ഷ്യ സോഭവൽ ക്രുദ്ധോ യുഗാന്താഗ്നിരിവജ്വലൻ തം ദൃഷ്ട്വാ തേജസാവിഷ്ടം പ്രാദ്രവൻ വനദേവതാം. ക്രുദ്ധനായ അദ്ദേഹം കാളുന്ന കാലാഗ്നി പോലെ നോക്കാൻ അരുതാത്തവനായി. കോപത്തോടുകൂടിയ രാമനെ കണ്ടാൽ ഇപ്പോൾ കാലാഗ്നി പോലെ, പ്രളയാഗ്നി പോലെ നോക്കാൻ സാധിക്കില്ല. അത്ര ഭയത്തോടു കൂടിയ ആ ആകൃതിയായി എന്നാ പറയണത്. ശ്രീരാമനെ കണ്ടാൽ അത്ര ഭയം തോന്നും. അഗ്നി ആളിക്കത്തുന്ന പോലെയുള്ള കോപമാണ് ആ ശ്രീരാമനിൽ നിന്ന് പുറപ്പെട്ടത്. കാലാഗ്നി പോലെ തന്നെ നോക്കാൻ കഴിയാതെയായി രാമനെ. അദ്ദേഹത്തിൻ്റെ തേജസ് കണ്ട് വനദേവതന്മാർ പേടിച്ചോടിപ്പോയി അവിടുന്ന്. തസ്യ ക്രുദ്ധസ്യ രൂപം തൂ രാമസ്യ ദദൃശേ തദാ ദക്ഷസ്യേവ ക്രതും ഹന്തോ മുദ്യതസ്യ പിനാകിനാം. ഇങ്ങനെയുള്ള കോപത്തോടുള്ള രാമനെ കണ്ടാൽ ആ ദക്ഷസൈന്യം മുടക്കാൻ ഒരുമ്പെട്ട രുദ്രന്റെ രൂപം പോലെ കാണപ്പെട്ടു. പണ്ട് ദക്ഷയാഗം മുടക്കാൻ വേണ്ടി ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചു. ആ വീരഭദ്രനെയും ഭദ്രകാളിയും സൃഷ്ടിച്ചു ജട അടിച്ചിട്ട്. സതീദേവി ദഹിച്ചെന്ന വാർത്ത ഭൂതഗണങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ക്രോധത്തോടുകൂടി മഹാദേവൻ തൻ്റെ ജട നിലത്തടിച്ച് വീരഭദ്രനെയും ഭദ്രകാളിയും സൃഷ്ടിച്ചു. അവരെല്ലാവരും കൂടിയിട്ട് ദക്ഷയാഗം മുടക്കുന്നു. ആ യാഗമെല്ലാം നശിപ്പിച്ചു. ദക്ഷൻ്റെ കഴുത്തറുത്ത് ദക്ഷിണാഗ്നിയിൽ ഹോമിക്കുകയൊക്കെ ചെയ്തു. അത്രയും കോപത്തോടു കൂടിയവനായി തീർന്നു. ഇപ്പം കണ്ടാൽ ആ അന്നത്തെ ആ രുദ്രൻ്റെ കോപം പോലെ, ആ രൂപം പോലെ തോന്നും ഇപ്പോൾ ശ്രീരാമനെ കണ്ടാൽ എന്ന് പറയാണ്. ദക്ഷയാഗം മുടക്കാൻ വേണ്ടി പുറപ്പെട്ട മഹാദേവൻ്റെ രൂപം പോലെ കാണപ്പെട്ടു ആ ശ്രീരാമനെ കാണുമ്പോൾ. ശ്രീരാമൻ തന്നെ മഹാദേവൻ, രണ്ടും വേറെയല്ല, ഒന്ന് തന്നെയാണ്. ആ മഹാദേവൻ പണ്ട് ഈ ഖരദൂഷണാദികൾക്ക് വരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ തപസ് ചെയ്ത് വരം ചോദിച്ചപ്പോൾ ഞങ്ങളെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റണം, സംസാര വൃക്ഷമൂല തരുക്ഷേദം ചെയ്യണമെന്ന് അവിടുന്ന് തന്നെ ഞങ്ങളെ ഈ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അവർ ശിവനോട് അർത്ഥിച്ചിരുന്നു. ശരി, നിങ്ങൾ രാക്ഷസന്മാരായി പോയി ജനിക്കിൻ. അന്ന് ത്രേതായുഗത്തിലെ ശ്രീരാമനായി ഞാൻ അവതരിക്കുമ്പോൾ അന്ന് നിങ്ങളെ ഞാൻ വധിച്ച് നിങ്ങൾക്ക് മോക്ഷം നൽകാമെന്ന് ഭഗവാൻ വരം കൊടുത്തിട്ടുണ്ട് പണ്ട്. ആ മഹാദേവൻ തന്നെ ശ്രീരാമനിൽ ആവേശിച്ചതാവാം, അല്ലെങ്കിൽ ശ്രീരാമൻ തന്നെ മഹാദേവൻ, വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ എന്നും കൽപ്പിക്കാം. എന്തായാലും മഹാദേവനെപ്പോലെ ക്രുദ്ധനായിത്തീരുന്നു ശ്രീരാമനെ കണ്ടാൽ ഭയത്തോടു കൂടി. ആ രൗദ്ര താണ്ഡവമാടുന്ന മഹാദേവനെ പോലെ തന്നെയാണ് ശ്രീരാമൻ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടത്. തൽകാർമുകൈരാഭരണൈരഥൈശ്ച തദ്വർമ്മഭിശ്ചാഗ്നിസമാനവർണൈ ബഭൂവ സൈന്യം പിശിതാശനാനാം സൂര്യോദയേ നീലമിവാഭ്രജാലം. തൽകാർമുകൈരാഭരണൈരഥൈശ്ച തദ്വർമ്മഭിശ്ചാഗ്നിസമാനവർണൈ ബഭൂവ സൈന്യം പിശിതാശനാനാം സൂര്യോദയേ നീലമിവാഭ്രജാലം. സൂര്യോദയ സമയത്ത് മേഘജാലങ്ങളുള്ള സൂര്യനെ പോലെയാണ് ആ രാക്ഷസ സൈന്യങ്ങൾ. ശ്രീരാമൻ സൂര്യനായിട്ട് കാണാം, ആ മേഘജാലങ്ങളൊക്കെ പോലെയാണ് എന്ന് പറയാം ഈ അസുരന്മാരെല്ലാം, ഈ രാക്ഷസന്മാരെല്ലാം. അങ്ങനെ ഉപമിച്ചു. ചാപങ്ങൾ, ആഭരണങ്ങൾ, രഥങ്ങൾ, ചെന്തീനിറമുള്ള കവചങ്ങൾ എന്നിവയാൽ മാംസാദന്മാരുടെ ആ സൈന്യം സൂര്യോദയത്തിലെ മേഘജാലങ്ങൾ പോലെ വിളങ്ങി എന്ന് പറയണം.
സൂര്യോദയത്തിൽ മേഘജാലങ്ങൾ, ഇരുണ്ടിരിക്കും സൂര്യൻ. ആ സമയത്ത് കുറച്ച് പ്രകാശം കുറവായിരിക്കും. ഈ രാക്ഷസന്മാരാൽ ആവൃതമായ ആ ശ്രീരാമനെ ഇടയ്ക്ക് കാണാതെയാവും യുദ്ധത്തിന്. പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തെളിയും. അത്രയും രാക്ഷസന്മാർ ചുറ്റും നിന്ന് ആ യുദ്ധവും ശരം വർഷിച്ച് ആ ശരങ്ങളെ കൊണ്ട് ആകാശവും ഭൂമിയും കാണാത്ത വിധത്തിൽ മൂടുമ്പോൾ കാണാത്ത വിധത്തിലാവും. എന്തായാലും ഇവിടെ മേഘജാലങ്ങൾ നിറഞ്ഞ സൂര്യൻ, ആ സമയത്ത് സൂര്യന് തെളിച്ചം കുറവാണെങ്കിലും ചുമന്ന് പ്രകാശിക്കും. അതുപോലെ ശ്രീരാമൻ, അങ്ങനെ പറയാം. ആ മേഘജാലങ്ങളെ ഉപമിക്കുന്നു ഈ രാക്ഷസന്മാരോട്. രാക്ഷസ സൈന്യം മേഘങ്ങളായിട്ട് പറയുന്നു, മേഘജാലങ്ങളായിട്ടും വിളങ്ങിക്കണ്ടു എന്ന് പറയാണ് ആ സമയത്ത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സങ്കുലമായ യുദ്ധം അടുത്ത സർഗത്തിലാണ് വർണ്ണിക്കുന്നത്. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ, ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.